ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ആ പാട്ട് പാടിയപ്പോഴത്തേക്കിനൊരു കാര്യം ഓർമ്മ വന്നു. ആ പാട്ട് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാനിതുപോലെ മുമ്പ് ചൂണ്ടയിടാൻ പോകാൻ ഇവിടെ ഈ കടപ്പുറത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ചൂണ്ടയിടുന്ന. അപ്പോൾ ഞാനിങ്ങനെ ചൂണ്ടയിടുന്ന വേറെ ഒന്നുമില്ല, അതിങ്ങനെ ചൂണ്ട അങ്ങോട്ട് ഇടുക. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ മീൻ വന്ന് കൊത്തുമ്പോൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകത്തില്ലേ, അതിങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ അങ്ങ് പോകും, ഇപ്പം വലിച്ചെടുക്കും, പിന്നെ ഇങ്ങനെ അങ്ങ് വലിച്ചെടുക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ യാദൃശ്യമായിട്ട് വലിയൊരു മീനങ്ങ് കുടുങ്ങി. സത്യം പറഞ്ഞാൽ ആ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കണ്ടിട്ടില്ല. ഏകദേശം ഈ കാണുന്ന ഇത് കണ്ട പോസ്റ്റ് കണ്ട, അതിൻ്റെ അത്രയും നീളം വരും. എന്നിട്ട് അതുപോലെ വണ്ണവും ഭയങ്കര നല്ല എത്ര കിലോ ഉണ്ട്, ഏണ്ട് 80 കിലോ കണ്ടുണ്ട്. എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഒരു വെള്ളത്തിൽ കൂടെ നമുക്ക് വലിച്ചെടുക്കാമല്ലോ, വലിച്ചെടുക്കാം. അടുത്ത് വന്നപ്പോഴത്തേക്കും തൊട്ടടുത്തിരുന്ന ആൾ മറ്റേ പിടിച്ചിങ്ങനെ വെട്ടി പിടിക്കുന്ന സാധനമുണ്ട്, കൊണ്ട് കുത്തി വലിച്ച് പൊക്കിയെടുത്ത് ഒരു വിധത്തിൽ കരയ്ക്ക് കൊണ്ടുവന്നു. 80 കിലോളം ഉണ്ട് മീൻ. അങ്ങനെ കണ്ട ആൾക്കാരൊക്കെ കൂടി ഒരുപാട് പേരൊക്കെ വന്നു കേട്ടോ, ആ മീൻ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾക്ക് ആ മീൻ വേണം. ഞാൻ പറഞ്ഞ് അതിനെന്താ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്രയും മീൻ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാനാണ്, നമുക്ക് പൈസയൊന്നും വേണ്ട, എല്ലാവരുടെയും വിരിച്ചെടുക്കാമെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പലയിടത്ത് പറഞ്ഞ് ആ മീൻ തരുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് വേണം, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. പിന്നെ കുവൈറ്റിയായിരുന്നു, ഇവിടുത്തെ ഒരു അറബിയായിരുന്നു. അയാൾക്ക് ഇത് കണ്ടപ്പോഴത്തേക്കിനും അയാൾക്ക് ഈ മീൻ മൊത്തം അങ്ങോട്ട് വേണം, ഫുള്ള് വേണം. അയാൾക്ക് തോന്നിയപ്പോൾ എന്തോ ഒരു കൗതുകം പോലെ. അപ്പോൾ തന്നെ ഞാൻ എന്ത് അറിയാവാ, ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനത് ആ മീൻ പുള്ളിക്കാരൻ്റെ വണ്ടിയെ കൊണ്ട് വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിയും ഹെൽപ്പ് ചെയ്ത്, ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്ത് വണ്ടി കൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞ് നീ അത് പിടിച്ചു തരാം, നിനക്ക് എന്തെങ്കിലും തരണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാനത് പിടിച്ച് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ പിടിച്ചത്, എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഞാൻ വിൽക്കാൻ വേണ്ടിയല്ല പിടിച്ചത്, ചുമ്മാ എനിക്കിങ്ങനെ മീൻ പിടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നതെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ് പിന്നെ അങ്ങനെ പുള്ളിക്കാരനോട് പൈസ മേടിക്കാഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ കൊടുത്ത ഭയങ്കര കോടീശ്വരനാണ്. പുള്ളിക്കാരൻ എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റും. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ് എന്നൊരു പണി, നീ പൈസ മേടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പുള്ളിക്കൊരു ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ, വലിയൊരു ഫ്ലാറ്റാണ്, അത് എൻ്റെ പേർക്ക് എഴുതി തരാമെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഈ സ്വപ്നമാണെന്ന് ആലോചിച്ചു, വെറുതെ പറഞ്ഞാണെന്ന്. അപ്പോൾ പുല്ല സത്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ വേണ്ടെന്നാകുമെന്ന് പറഞ്ഞു കേട്ടോ. പുള്ളി എന്നിട്ട് എൻ്റെ പേർക്ക് അത് എഴുതി തന്നു. അപ്പം അത് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം, ആ ഫ്ലാറ്റ് ഞാൻ കാണിച്ചു തരാം. ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബിൽഡിങ്ങാണ്, അത് എൻ്റെ പേർക്കാണ് എഴുതി തന്നിരിക്കുന്നത്. പക്ഷേ ഞാനത് തിരിച്ചു കൊടുത്തേക്കും, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ നാടല്ലല്ലോ ഇത്. അപ്പം നമ്മളിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് പൊക്കിക്കൊണ്ട് വരാൻ പറ്റില്ല അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്ക് തന്നെ കൊടുത്തേക്കും അത്. അങ്ങനെ പുള്ളി എനിക്ക് തന്നിട്ടുണ്ടത്. അപ്പോൾ അതെന്താണേലും ആ ഫ്ലാറ്റ് നമുക്കിവിടെ വെറുതെ കിടക്കും, അത് വാടകയ്ക്കൊക്കെ കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല, ചുമ്മാ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പോകും. ഏതായാലും പുള്ളിക്ക് തിരിച്ചു കൊടുക്കും അത്. അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഫ്ലാറ്റ് കാണിക്കാം. എന്നറിയാം, നല്ല അടിപൊളി ഫ്ലാറ്റാണ് കേട്ടോ, നല്ല വൈറ്റും ഒരു ബ്ലൂ കളറൊക്കെ ചേർന്ന നല്ലൊരു ഫ്ലാറ്റാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും ആ വീഡിയോ കേട്ടോ. അപ്പോൾ അന്ന് ആ മീൻ കിട്ടിയ കഥ ഞാൻ പറഞ്ഞതാണ്. മീൻ ഒരു ഭയങ്കര സംഭവം തരാം. ഇതൊരു 85 കിലോളം ഉണ്ടായിരുന്നു സാധനം, ഒരെണ്ണം. അത് പുള്ളിക്കാരനെ കൊണ്ടുപോയി. പുള്ളിക്കാരനെ കണ്ടപ്പോൾ ഒരു കൗതുകം, അതുകൊണ്ട് കൊണ്ടുപോയത്. അതിൽ ആ ഫ്ലാറ്റ് തന്ന ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ. ഞാൻ പൈസ വാങ്ങിക്കാഞ്ഞോണ്ട്, ഞാനങ്ങനെ നമുക്ക് വിൽക്കാനല്ലല്ലോ പിടിച്ചത്, അപ്പോൾ അതുകൊണ്ടാണ് പൈസ മേടിക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ആ ഫ്ലാറ്റ് കാണിക്കുന്നതായിരിക്കും എല്ലാവരും കേട്ടോ. ബൈ ബൈ.